ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്ലൊവേനിയയിൽ ആദ്യം എത്തിയിട്ട് കുറച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. മേ ബി ചിലപ്പോൾ ചിലവർക്കൊക്കെ അറിയുമായിരിക്കും, കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അറിയുമായിരിക്കും എന്തൊക്കെ ചെയ്യേണ്ടത്. അതെ, അപ്പൊ എല്ലാവർക്കും അറിയണുണ്ടാവുമായിരിക്കാം. എന്നാലും ഞങ്ങൾ ആദ്യം ഇവിടെ വന്നിട്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യമാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഞങ്ങളിവിടെ എത്തിയത് ഒരു സാറ്റർഡേ ആയിരുന്നു. സാറ്റർഡേ നൈറ്റ് ആണ് നമ്മളിവിടെ എത്തുന്നത്. ഒക്ടോബർ 21 ആണ് ഇവിടെ എത്തുന്നത്. അപ്പം നെക്സ്റ്റ് ഡേ സൺഡേ ആണ്. അപ്പൊ സൺഡേ എല്ലാവരുടെയും അതിന് വേണ്ടിട്ട് പറയാണ്. സൺഡേ ഇവിടെ ഷോപ്സും ഇല്ല, സൂപ്പർ മാർക്കറ്റ്സും ഇല്ല, എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. ആകെ ഓപ്പൺ ആയിട്ടുണ്ടാവാം 1-2-3 ഹോട്ടൽസും പിന്നെ പബ്ബും ബാറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഉണ്ടാവുക. സോ ഞങ്ങൾ വന്നിട്ട് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ രാവിലെ കട അന്വേഷിച്ച് പോയിട്ട് കടയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം ഇവിടെ വർക്കിംഗ് ഡേ അല്ല. സോ ഞങ്ങൾ നെക്സ്റ്റ് മൺഡേ, അടുത്ത മൺഡേ തൊട്ടാണ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയത്. ദ ഫസ്റ്റ് തിങ് വിച്ച് വി ഡിഡ് വാസ് ആദ്യം പോയിട്ട് യൂണിവേഴ്സിറ്റിയിൽ എൻറോൾ ചെയ്തു. ശരിക്കും അവര് പറയുന്നത് നമ്മൾ വന്ന് 48 hours മുന്നേ ആയിട്ട് യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ട് എൻറോൾ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പോയിട്ട് എൻറോൾ ചെയ്തു. സെയിം ഡേ ആ എൻറോൾമെന്റ് പേപ്പർ നമുക്ക് അവിടെ നിന്ന് ഒരു എൻറോൾമെന്റ് പേപ്പർ തരും. ആ പേപ്പർ കൊണ്ടുപോയിട്ട് നമ്മൾ സ്റ്റുഡൻസ് ബോണി ശരിയാക്കാൻ പോയി. സ്റ്റുഡൻസ് ബോണി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാരും ഇതിനോടകം തന്നെ കേട്ടിട്ടുണ്ടാവും. എല്ലാരും കുറെ വീഡിയോസിലൊക്കെ എല്ലാരും പറഞ്ഞിട്ടുണ്ടോന്ന്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഫുഡ് നമുക്ക് സ്റ്റുഡൻസിന് ഇവിടെ സബ്സിഡൈസ്ഡ് ഫുഡ് കിട്ടും. നമുക്ക് ഒരു മന്ത് 21 കൂപ്പൺസ് 21 കൂപ്പൺസ് കിട്ടും. അത് നമ്മുടെ സ്റ്റുഡൻസ് ഇല്ലല്ലോ, സ്റ്റുഡൻസ് മീലിന്റെ ഒരു ആപ്പ് ഉണ്ട്. അങ്ങനെ എന്തോ ആയ. അപ്പൊ അതിനകത്ത് ഓരോ മന്ത് ചെല്ലുന്തോറും അത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. 21 മാക്സിമം 62 വരെ എന്തോ പോവുള്ളൂ. സോ നമ്മള് ഇവിടെ വരണ ഫസ്റ്റ് ഡേയ്സിൽ നമുക്ക് എന്തായാലും ഫുഡ് ആവശ്യമായിട്ട് വരും. അതായത് നമുക്ക് പുറത്ത് ഇതാണ് അതിന്റെ ആപ്പ്. എനിക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല, പക്ഷെ ഇതെങ്ങനെയാണ് ഇതില് നമ്മൾ ഇവിടെ പ്രസ് ചെയ്യുമ്പോ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു സൗണ്ട് വരും. ഇത് കൊടുത്തിട്ടാണ് നമ്മൾ അവരുടെ ഒരു സ്കാനറും ഉണ്ടാവും. അപ്പൊ അത് യൂസ് ചെയ്തിട്ടാണ് അവര് നമ്മളൊരു റെസ്റ്റോറന്റിൽ പോകുമ്പോൾ, സബ്സിഡൈസ്ഡ് ഫുഡുള്ള സ്റ്റുഡൻസിന് പറ്റിയ റെസ്റ്റോറന്റിൽ പോകുമ്പോൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്യാം. അവർക്ക് അവിടെ ഒരു മെഷീൻ ഉണ്ടാവും. ഈ സൗണ്ട് നമ്മൾ മെഷീനിൽ കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ അവർ റെക്കഗ്നൈസ് ചെയ്ത് നമ്മുടെ പേരൊക്കെ അവിടെ എഴുതി കാണിക്കും. അപ്പൊ നമ്മളോട് ഒരു ID പ്രൂഫ് ചോദിക്കും. അപ്പൊ നമ്മുടെ ID കാണിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് ഏതാ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു മെനു ഉണ്ടാവും. അതിനകത്ത് നിന്ന് നമുക്ക് ഏതാ ഫുഡ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യും. ചിലയിടത്ത് 0 ആയിരിക്കും, നമ്മളൊന്നും കൊടുക്കേണ്ടി വരത്തില്ല. ചിലയിടത്ത് സബ്സിഡൈസ്ഡ് ആയിരിക്കും, മീൻസ് €1 അല്ലെങ്കിൽ 2.5 €. അത് നമുക്ക് ആപ്പിൽ തന്നെ കാണാൻ പറ്റും ഏതൊക്കെ സ്ഥലത്ത് എത്രയൊക്കെ പൈസയാണ് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് അതനുസരിച്ച് പോവാം. മാരിബോർ ആണെങ്കിൽ 0 കിട്ടുന്നത് വളരെ കുറവാണ്. ആകെ സീറ്റോ മാത്രമേ ഉള്ളൂ 0 കിട്ടുന്നത്. അതായത് പൈസ ഒന്നും കൊടുക്കാതെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നത്. ഇഷ്ടം പോലെയുള്ള അങ്ങനത്തെ കുറെ ഫ്രീ ആയിട്ടുള്ള ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. സോ ഗൈസ് നമ്മള് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യം നമ്മൾ പോയിട്ട് എൻറോൾ ചെയ്തു. സെയിം ഡേ നമ്മൾ പോയിട്ട് ബോണി ശരിയാക്കി. നമ്മളവിടെ ബോണി ശരിയാക്കുമ്പോൾ നമ്മൾ എൻറോൾമെന്റ് പേപ്പർ കൊടുക്കാം, നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ. അപ്പൊ അവര് നമുക്ക് എന്തോ ഒരു പേപ്പർ എന്തോ തരും. അത് നമ്മൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്ത് നമ്മളെല്ലാം ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബോണി ഓക്കെ. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ്, നമ്മൾ ടാക്സ് ഓഫീസിൽ പോയിട്ട് ടാക്സ് നമ്പറിന് അപ്ലൈ ചെയ്തു. ടാക്സ് നമ്പർ ഇല്ലാതെ നമുക്ക് അഡ്രസ് രജിസ്റ്റർ ചെയ്യാനും പറ്റില്ല. അതേപോലെ തന്നെ ടാക്സ് നമ്പർ ഇല്ലാതെ ഒന്നും നടക്കില്ല. വർക്ക് ചെയ്യാൻ പോണെന്നുണ്ടെങ്കിൽ അതിനും വേണം, ബാങ്ക് എല്ലാത്തിനും വേണം. അക്കൗണ്ട് തുടങ്ങണമെങ്കിലും എല്ലാത്തിനും ടാക്സ് നമ്പർ വേണം. അപ്പം ടാക്സ് ഓഫീസിൽ പോയിട്ട് അപ്ലൈ ചെയ്തു. അടുത്ത കാര്യം പോയിട്ട് വീണ്ടും പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അഡ്രസ് രജിസ്ട്രേഷൻ. നമുക്ക് നമ്മുടെ ഒരു ഹൗസ് റെന്റിന് എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അക്കോമഡേഷൻ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ
ഹൗസ് ഓണർ നമുക്കൊരു ഹൗസ് കോൺട്രാക്ട് തരും, നമ്മുടെ റെന്റിന്റെ ഒരു കോൺട്രാക്ട് തരും, നമ്മുടെ പേരൊക്കെ നമ്മുടെ എല്ലാം ഡീറ്റെയിൽസും കൊടുത്തിട്ട്. അപ്പോൾ ആ കോൺട്രാക്ട് കൊണ്ട് നമ്മൾ എവിടെ പോവാ, ഉപ്രാവന എനോട്ടയിൽ പോവാ. അങ്ങനെ എന്തോ ആണ് ഗൈസ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ അഡ്രസ് രജിസ്റ്റർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് the next thing which we have to do is start a bank account. അപ്പോൾ നമ്മൾ ബാങ്ക് അക്കൗണ്ട് പയ്യെ ചെയ്താൽ മതി. കാരണം പയ്യല്ല മീൻസ് ആ ഒരു വീക്കിൽ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. ഞങ്ങളൊക്കെ വന്നപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് ഫോറക്സ് കാർഡ് ലോഡ് ചെയ്തിട്ടാണ് വന്നിരുന്നത്. നമ്മൾ യൂണിമണി ഫോറക്സ് കാർഡ്, അതും നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കയ്യിൽ പൈസ വെക്കാതെ, കയ്യിലും ഇത്ര എമൗണ്ട് വെക്കണം, അല്ലാതെ നമ്മൾ ഫോറക്സ് കാർഡ് റീചാർജ് ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സോ നമ്മുടെ ഇവിടെ വന്ന ആദ്യത്തെ നീഡ്സ് ഒക്കെ ആ കാർഡ് വെച്ചിട്ട്. പിന്നെ നമ്മള് ക്യാഷ് ഔട്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ €4 അതിന്റെ ഒരു ചാർജ് ആയിട്ട് പോകുന്നതാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോറക്സ് കാർഡിൽ നിന്ന് നമ്മൾ പൈസ വിത്ഡ്രോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ വന്ന് ഇപ്പം നമുക്ക് €10 ആണെങ്കിലും അതിന് €4 നമ്മുടെ അടുത്ത് പിടിക്കും. സോ അതിനകത്തുനിന്ന് അത്യാവശ്യമുള്ള ക്യാഷ് ക്യാരി ചെയ്യാം കയ്യില്. പിന്നെ ക്യാഷ് വിത്ഡ്രോ ചെയ്യാനാണെങ്കിൽ ഒരു ഹ്യൂജ് എമൗണ്ട് വിത്ഡ്രോ ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ അപ്പൊ ബാങ്ക് അക്കൗണ്ട് എടുക്കണ വരെ നമുക്ക് നമ്മുടെ കയ്യിൽ ATM കാർഡ് കിട്ടണ വരെ നമുക്ക് ആ ഫോറക്സ് കാർഡ് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. എന്നിട്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങി, ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. ഈ എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് നമ്മൾ അടുത്തത് ചെയ്തത് നമ്മൾ സ്റ്റുഡൻസ് രജിസ്റ്റർ ചെയ്തതാണ്. സ്റ്റുഡൻസ് രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് ഈ ഒക്കെ ടാക്സ് നമ്പർ വേണം, ബാങ്ക് അക്കൗണ്ട് നമ്പർ വേണം, നമുക്ക് എല്ലാ ഡീറ്റെയിൽസും വേണം. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സ്റ്റുഡൻസ് കീയിൽ രജിസ്റ്റർ ചെയ്തു, ജോലി തപ്പി തുടങ്ങി. സോ ഇതൊക്കെയാണ് നമ്മൾ ആദ്യം ചെയ്തത്. പിന്നെ ചെയ്തതെന്ന് പറഞ്ഞാൽ ബസ് കാർഡ് എടുക്കുക. അത് വളരെ ഉപകാരമായിരിക്കും ജോലിക്കൊക്കെ പോകേണ്ട ആളുകൾക്ക്. ഇപ്പൊ ഞങ്ങളുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഞങ്ങള് സെന്ററിൽ നിന്ന് ഒരു 2.5 കിലോമീറ്റേഴ്സ് മാറിയാണ് താമസിക്കുന്നത്. സോ ബസ് കാർഡ് എടുക്കുക. നമുക്ക് നമ്മുടെ പ്ലാൻ അനുസരിച്ചുള്ള പൈസ. അപ്പോൾ നമുക്ക് മാരിബർ മാത്രമാണെങ്കിൽ €16, പിന്നെ ഓൾ സ്ലൊവേനിയ ആണെങ്കിൽ €30, 25 + 5 €30. ഓൾ സ്ലൊവേനിയ പ്ലസ് മാരിബർ ആണെങ്കിൽ €30. ഓൾ സ്ലൊവേനിയ മാത്രം മതിയെങ്കിൽ €25. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ബസ് കാർഡിൻ്റെ റീചാർജ് വരുന്നത്. പിന്നെ ഇവിടെ വന്ന് നമ്മൾ സ്ലൊവേനിയയിൽ കാലുകുത്തി ആദ്യം ചെയ്തത് സിം കാർഡ് എടുക്കലാണ്. അത് പറയാൻ മറന്നുപോയി. സിം കാർഡ് നമ്മൾ വന്ന അപ്പം തന്നെ നമ്മൾ എടുത്തിരുന്നു. അതായത് മാരിബർക്കൊക്കെ ഇവിടെ വന്ന് സ്ലൊവേനിയയിൽ കാലുകുത്തി ലുബ്ലിയാനയിൽ എത്തി അപ്പം തന്നെ നമ്മൾ പോയിട്ട് സിം കാർഡ് എടുത്തിരുന്നു എല്ലാവർക്കും. സോ അതൊക്കെയാണ് ഫസ്റ്റ് വന്നിട്ട് ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ഇനിയിപ്പോ ഇങ്ങോട്ട് വരുന്നതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ക്യാരി ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ട് എന്തെങ്കിലും പറയണോ? അത് വേണമെങ്കിൽ ജസ്റ്റ് പെട്ടെന്ന് ഒരു കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ വലിച്ചുവാരി ഡ്രസ്സ് കൊണ്ടുവരാതിരിക്കുക. ഞങ്ങൾക്ക് എല്ലാവർക്കും പറ്റിയൊരു അബദ്ധമായിരുന്നു. കുറെ ഡ്രസ്സ് വാരി കൊണ്ടുവന്നത്. ഇഷ്ടം പോലെ ഇവിടെ അടിപൊളി ഡ്രസ്സുകൾ ഇവിടെ കിട്ടും. നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഫുള്ള് വേസ്റ്റ് ആന്ന് പറയുന്നില്ല, പക്ഷെ നമുക്ക് ഇവരുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചിട്ട് നമ്മളത് ഇടുമ്പോ നമുക്ക് ഒരു അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യും. കാരണം എന്താ പറയാ, ഇവരുടെ ഡ്രസ്സിംഗ് സെൻസ് മൊത്തം വേറെ. നമുക്ക് ഇപ്പൊ നമ്മൾ ഇതിലൂടെ നമ്മുടെ ഡ്രസ്സ് ഇട്ട് നമ്മൾ കൊണ്ടുവന്ന ഡ്രസ്സ് ഇട്ട് നടന്നു പോവാണെങ്കിൽ എല്ലാരും വിചാരിക്കും, നമുക്ക് തന്നെ ഒരു ഓഡ് ഫീൽ ആയിരിക്കും, നമ്മൾ മാത്രമാണല്ലോ വേറെ പോലെ നിൽക്കുന്നതെന്ന്. സോ ആവശ്യമുള്ളത് മാത്രം, ജസ്റ്റ് ഒന്ന് കുറച്ച് നാളത്തേക്ക് സർവൈവ് ചെയ്യേണ്ടത് മാത്രം കൊണ്ടുവരാം. പിന്നെ ജാക്കറ്റും കാര്യങ്ങളൊന്നും നാട്ടിൽ നിന്ന് കൊണ്ടുവരരുത് പ്ലീസ്. ഡെക്കാത്തലോണിന്ന് അവിടെ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്ന വെറുതെയാണ്. ഇവിടെ അതൊന്നും യൂസ്ഫുൾ അല്ല. ഇവിടെ അടിപൊളി ആ പ്രൈസിൽ അടിപൊളി ജാക്കറ്റുകൾ ഇവിടെ കിട്ടും ഇഷ്ടം പോലെ. ഇവിടത്തെ ക്ലൈമറ്റിനെ പറ്റിയ ജാക്കറ്റ്സ് നമ്മൾ ഇവിടെ നിന്ന് വാങ്ങുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ ആ ഒരു ഫോർ ടൈം ബീങ് സർവൈവ് ചെയ്യാനുള്ള ജസ്റ്റ് എന്തെങ്കിലും ചെറിയ പൈസയുടെ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ജാക്കറ്റ്സ് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് വേറെ വാങ്ങിക്കാം. സോ ഞാനൊക്കെ ഇഷ്ടം പോലെ കൊടുത്തിട്ടൊക്കെ വെറുതെ പിന്നെ പറയേണ്ടത് മെയിനായിട്ട് നമ്മുടെ കുക്കർ കൊണ്ടുവരാ. പിന്നെ പുട്ടുകുറ്റി, ഇപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും കാണി, പുട്ടുകുറ്റിയോ മറ്റേ എന്തുവാ
നൂൽപുട്ട് ഉണ്ടാക്കുന്ന പാൻ ഇവിടെ നിന്നായാലും കിട്ടും. പിന്നെ മിക്ക ഹൗസിന് നമ്മള് റെന്റ് താമസിക്കുന്ന സ്ഥലത്ത് അവര് മെയിനായിട്ട് യൂട്ടൻസിൽസും എല്ലാം അവര് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അതിനകത്ത് ഈ പാനൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാവുന്നതേ ഉള്ളൂ. മെയിനായിട്ട് കുക്കറാണ് ഇവിടെ കിട്ടാത്തത്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ നാട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഇല്ലേ, അപ്പച്ചട്ടി, പിന്നെന്താണ് പുട്ടൂറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ക്യാരി ചെയ്യാം എന്തായാലും. പിന്നെ മെഡിസിൻസിന് ഇവിടെ ഭയങ്കര പൈസയാണ് ഗൈസ്. മെഡിസിൻസ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എത്ര നാളത്തേക്ക് റെഗുലറായിട്ട് ഈ തൈറോയിഡിന്റെയും അങ്ങനെ എല്ലാം ഡെയിലി കഴിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, കുറച്ച് മെഡിസിൻസ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ നമ്മുടെ ഒരു വർഷത്തേക്കുള്ളതോ അങ്ങനെയൊക്കെ കൊണ്ടുവരാം. പിന്നെ മസാല ഇവിടെ ആകെ കിട്ടണ എനിക്ക് തോന്നുന്നു ചില്ലി പൗഡറും അതേപോലെ തന്നെ ടർമറിക്കും കുരുമുളക് നമ്മുടെ നാട്ടിലത്തെ മസാലാസ് ഒന്നും ഇവിടെ അവൈലബിൾ അല്ല. പിന്നെ ഇവിടെ ഉണ്ട്, ഇന്ത്യൻ സ്റ്റോർസ് ഉണ്ട്. പക്ഷെ ഇവിടെ മാരിബറിൽ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ലുബ്ലിയാനയാണ് ഏറ്റവും അടുത്തുള്ളത്. ലുബ്ലിയാന അതോ ഗ്രാസിൽ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അറിയില്ല. ഭയങ്കര റേറ്റ് ആണ്. അത് നിങ്ങൾ ആദ്യം ആലോചിക്കുക. പറ്റുന്നത്ര മസാലയൊക്കെ ക്യാരി ചെയ്യാൻ നോക്കുക. ഭയങ്കര റേറ്റ് ആണ് എല്ലാത്തിനും. ക്ലോത്ത്സ് കൊണ്ടുവന്നതിന് പകരം നിറച്ച് മസാലാസ് കൊണ്ടുവന്നാലും ഞാൻ തെറ്റൊന്നും പറയില്ല. ഫുഡ് കഴിക്കാൻ നമുക്ക് അടിപൊളിയായിട്ട്. അതെ. പിന്നെ അധികം കേടാവാത്ത സാധനങ്ങൾ ലൈക്ക് ഉണക്കമീൻ, അച്ചാർ ഇപ്പൊ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. പലരും പറയുന്നുണ്ട് കൊണ്ടുവരാൻ പറ്റില്ല, ലീക്കൊക്കെ ആവും പറഞ്ഞിട്ട്. എവിടെന്നപ്പോ മറ്റേ സോറി ഗൈസ്, എയർപോർട്ടിൽ നിന്ന് ഒക്കെ എടുത്ത് കളയുന്ന ഇങ്ങനെ പറയുന്നുണ്ട്. നല്ലപോലെ പാക്ക് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ അതിന്റെ അധികം ഡീറ്റെയിൽസ് അറിയില്ല. സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾക്ക് എന്തായാലും അറിയാണ്ട് നിങ്ങൾ ഓൾറെഡി ലിസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും വരാൻ നിൽക്കുന്നവരാണെങ്കിൽ. പിന്നെ വേറൊരു കാര്യം അറിഞ്ഞത്, നമ്മുടെ സ്റ്റുഡൻസിന് ഇന്റർവ്യൂസിനൊക്കെ വിളിച്ചു തുടങ്ങി. മാസ്റ്റേഴ്സിനെയാണ് ഇപ്പം വിളിച്ചേക്കുന്നത്. ബാച്ച് എന്ന് വെച്ചാൽ എക്കണോമിക്സ് ആൻഡ് ബിസിനസ് സയൻസിലെ പിള്ളേരോടാണ് ഞാൻ പറയുന്നത്. മാസ്റ്റേഴ്സിനെയാണ് ഇപ്പൊ കൂടുതലായിട്ടും വിളിച്ചിരിക്കുന്നത്. ബാച്ചിലേഴ്സിനൊന്നും അതിന്റെ വിവരമൊന്നുമില്ല. അറിയാൻ സാധിച്ചത് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഓറൽ എക്സാം പോലെ ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം എക്സാം ആണ്, നമ്മൾ എന്ത് എഴുതി, എക്സാം അല്ല റിട്ടൺ ആണ്. നമ്മൾ എന്ത് എഴുതി കൊടുക്കുന്നോ അതിനെ ബേസ് ചെയ്താണ് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇച്ചിരി ടഫാണ് ക്വസ്റ്റ്യൻസ്, ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ എല്ലാവരും പ്രിപ്പയർ ആയിട്ട് പോവാം. മെയിനായിട്ട് നിങ്ങളുടെ മൊഡ്യൂൾ, നിങ്ങൾക്ക് എന്തൊക്കെ സബ്ജക്ട്സ് ഉണ്ട്, സബ്ജക്ട്സിൽ എന്താണ് ചെറിയ ചെറിയ ഡീറ്റെയിൽസ്, ആ സബ്ജക്റ്റിൽ എന്താണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്, ഒരു 4-5 വിഷയമെങ്കിലും നിങ്ങൾ ഒന്ന് നോക്കി വെച്ചാൽ മതി. 4-5 വിഷയങ്ങളും ഒന്ന് പഠിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിനെ പിന്നാലെ ഒന്ന് ഹോംവർക്ക് ചെയ്ത് പോകുക. അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയാവുന്ന ഒരാൾക്ക് അത് ഭയങ്കര ടഫ് ആവാനുള്ള ഒരു സാധ്യത ഇല്ല. കാരണം നമുക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പൊതുവെ അറിഞ്ഞു വെച്ചിട്ട് പോണം. ഒരു എക്കണോമിക്സ് പഠിക്കാൻ പറ്റുന്ന കൊച്ചിന് എന്തായാലും അറിയാനുണ്ടാവും ഇന്ന സബ്ജക്ട്സ് ഒക്കെ പഠിക്കണം. സോ അതൊക്കെ തന്നെ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. അപ്പൊ ഒരു നോർമൽ നോളജ് ഉള്ളവർക്ക് എന്നാലും ഒന്ന് നോക്കി വെച്ച് ആ സബ്ജക്റ്റിൽ എന്താണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ അത്രയും സിമ്പിൾ ആക്കേണ്ട ആവശ്യമില്ല. കാരണം കൂടുതൽ സ്റ്റുഡൻസ് ഇങ്ങോട്ട് കയറിനോട് കൂടിയിട്ട് അവര് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ടൈറ്റ് ആക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും. അറിയാൻ സാധിച്ചത് ഗ്രാമർ മിസ്റ്റേക്സ് വരെ അവര് നോക്കുന്നുണ്ടെന്നാണ്. സോ നിങ്ങൾ ചെറുതായിട്ടൊന്ന് പ്രിപ്പയർ ആയി ഹോംവർക്ക് ഒക്കെ ചെയ്ത് ഇരുന്ന് ഇച്ചിരി നേരം അതിന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അങ്ങനെയൊക്കെ പോവാണെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടിയും എളുപ്പമായിരിക്കും. ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതൊക്കെ ആ ടൈമിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ചിലപ്പോ ചിലർക്ക് പറയാൻ അറിയുന്നുണ്ടെങ്കിലും അത് പറയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. പക്ഷെ നമ്മൾ അത്രയൊന്നും ഭയങ്കരമായിട്ട് ഇതൊരു എന്താ പറയാ ഭയങ്കര സീനാണെന്നുള്ള രീതിയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. കാഷ്വൽ ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ പറയുന്ന കാര്യങ്ങൾ കോൺഫിഡൻസോട് കൂടിയിട്ട് പറയാ. നമുക്കൊന്നും അറിയില്ല എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തരുത്, അത്രേ ഉള്ളൂ. കുറച്ച് ലൗഡായിട്ട് എപ്പോഴും ഇരിക്കാൻ നോക്കുക. കാരണം അതിന്റെ ഉള്ളിലേക്ക് കേൾക്കില്ല. അതൊരു മൊത്തം ഗ്ലാസ്സില് സെറ്റ് ചെയ്തേക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ഗ്ലാസ്സിന്റെ അപ്പുറത്തായിരിക്കും അവരിയ്ക്കുക, ഇപ്പുറത്തെ നമ്മളും. സോ അവര് ചിലപ്പോ നമ്മൾ പറയുന്നത് കേൾക്കാണ്ടാവുമ്പോ ചിലപ്പോ ഒന്ന് ഷൗട്ട് ചെയ്യണ പോലെ അവര് വോയിസ് ഒന്ന് റേസ് ചെയ്യും. പക്ഷെ ഷൗട്ട് ചെയ്യുന്നതായിരിക്കത്തില്ല. പക്ഷെ നമുക്ക് മേ ബി അങ്ങനെ തോന്നാം. അപ്പൊ നമ്മളവിടെ അയ്യോ എന്നാ അങ്ങനെ എന്നൊന്നും പറഞ്ഞ് നമ്മുടെ കോൺഫിഡൻസ് പോവാതെ നമ്മളും
ഒച്ച ഉയർത്തി സംസാരിക്കുക. ഗ്ലാസ് ആയതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് കേൾക്കാഞ്ഞിട്ടാവും അവരങ്ങനെ സംസാരിച്ചത്. സോ ട്രൈ ടു ബി ലൗഡ് ആൻഡ് കോൺഫിഡൻറ്റ്. അത്രേ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. ഞങ്ങൾ ഒത്തിരി കാര്യം ഒറ്റ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതെ, ചിലപ്പോ വീഡിയോ ലെങ്തി ആയിരിക്കാം, എന്നാലും യൂസ്ഫുൾ ആണ്. കാണുകയാണെന്നുണ്ടെങ്കിൽ പറയുന്ന കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള പിന്നെ കാര്യങ്ങളാണ്. ഞങ്ങൾ റെഗുലർ ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുക. കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾക്ക് വയ്യായിരുന്നു. പനി, കോൾഡ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എപ്പോഴും മാറിയിട്ടില്ല ഗൈസ്. സോ എല്ലാവരും ഹെൽത്ത് ശ്രദ്ധിക്കുക. ഇവിടെ വരുന്നവർ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ലിസ്റ്റ് എല്ലാം കഴിഞ്ഞിരിക്കണവര് ലിസ്റ്റൊക്കെ പയ്യെ ഉണ്ടാക്കി തുടങ്ങിക്കോ. സോ എല്ലാം അവസാന നിമിഷത്തേക്ക് വെക്കാതെ നേരത്തെ തുടങ്ങി. എല്ലാവരുടെ കാര്യങ്ങളും അടിപൊളിയായിട്ട് നടക്കട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഗൈസ്. പിന്നെ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമന്റ്. ബൈ.